Hey guys, Assalamualaikum guys. So guys, just imagine preparing for NEET for months and working hard and then losing marks just because of small things you make on that day. Sounds painful, right? But guys, this is the reality. സത്യം പറഞ്ഞ മക്കളെ നിങ്ങളിത് ശ്രദ്ധിച്ചിരിക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എല്ലാവർക്കും പറ്റുന്ന തെറ്റാണ്. ആൻഡ് ലാസ്റ്റ് മിനിറ്റ് ഒന്ന് അങ്ങ് എന്താ പറയുക, ഓടിച്ചാടി വന്ന് ഇങ്ങനെ ഇരുന്ന് എഴുതും, പൊട്ടും, എന്നിട്ട് പറയും ഷോ അങ്ങനെ ചെയ്യേണ്ടിയായിരുന്നു, ഇങ്ങനെ ചെയ്യേണ്ടിയായിരുന്നു എന്ന് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ പറയേണ്ടി വരും. സോ അങ്ങനെ പറയാതിരിക്കാൻ നിങ്ങൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. എന്തൊക്കെയാണെന്നല്ലേ ഞാൻ പറഞ്ഞുതരാം. The first and most important thing, don't forget your admit card. സോ നിങ്ങൾ പോർട്ടലിൽ കയറിയിട്ട് നിങ്ങൾക്കൊരു അഡ്മിറ്റ് കാർഡ് വരുമല്ലോ, ആ അഡ്മിറ്റ് കാർഡ് പ്രിൻ്റ് എടുക്കുക. മാക്സിമം 2 പ്രിൻറ്റിലും എടുത്ത് വെക്കുക കേട്ടോ. എന്തെങ്കിലും തെറ്റോ എന്തെങ്കിലും പ്രശ്നം വന്നാലോ, അതായത് ചില പ്രിൻറ്റിൽ ബാർകോഡ് വരാത്ത, അപ്പോൾ ബാർകോഡുള്ള അഡ്മിറ്റ് കാർഡ് തന്നെ നോക്കിയിട്ടെടുക്കണം. ബാർകോഡുള്ളത് തന്നെ നോക്കിയെടുക്കണം. ഞാൻ പോയ ടൈമിൽ എൻ്റെ കൂടെ ക്യൂവിൽ നിന്ന് കുറേ പിള്ളേരുടെ അഡ്മിറ്റ് കാർഡിൽ കോപ്പി എടുത്തപ്പോൾ ബാർകോഡ് ഇല്ലായിരുന്നു. അങ്ങനെ ആ പിള്ളേർ എന്ത് ചെയ്തു, തിരിച്ചു പോകേണ്ടി വന്നു ആ പിള്ളേർക്ക്. സോ മസ്റ്റ് റിമെമ്പർ ടു പ്രിൻറ്റ് എ അഡ്മിറ്റ് കാർഡ് വിത്ത് ബാർകോഡ് ഉള്ളത് തപ്പി പിടിച്ചിട്ട് എടുക്കുക. അത് പോർട്ടലിൽ നിങ്ങൾക്ക് കിട്ടും, സൈറ്റിൽ നിങ്ങൾക്ക് വരുമല്ലോ അഡ്മിറ്റ് കാർഡ്, അത് എടുക്കുക. പിന്നെ ഒരു ഫോട്ടോ, ഒന്നോ രണ്ടോ ഫോട്ടോ ഒക്കെ കരുതി വെച്ചേക്കുക. ഫോട്ടോ മാസ്റ്റ് ഇമ്പോർട്ടൻ്റ്. ഒരു 2-3 ഫോട്ടോ, പാസ്പോർട്ട് സൈസ് ഫോട്ടോ കരുതി വെക്കുക. അത് നമ്മൾ നീറ്റിന് കൊടുത്തിട്ടുള്ള ആ അഡ്മിറ്റ് കാർഡിൽ കൊടുത്തിട്ടുള്ള അതേ ഫോട്ടോ തന്നെ വേണമെന്നുണ്ട്. പിന്നെ ഒരു വാലിഡ് ID പ്രൂഫ്. ഏത് ID ആണോ നിങ്ങൾ കൊടുത്തിട്ടുള്ളത്, അത് ആധാർ ID ആണ്, ആധാർ ID മറ്റേത് ഏതാണെന്ന് വെച്ചാൽ മാക്സിമം ആധാർ ID എടുത്ത് കയ്യിൽ വെച്ചേക്കുക. സോ ആധാർ ID, അഡ്മിറ്റ് കാർഡ് വിത്ത് 1 or 2 more ഫോട്ടോ കോപ്പീസ്, അഡ്മിറ്റ് കാർഡ് വിത്ത് ബാർകോഡ്, ഇത് ഒരു ട്രാൻസ്പെറൻറ്റ് ഫയലിലാക്കിയിട്ട് കൊണ്ടുപോകാം. ഓക്കെ, അതൊരു ഇമ്പോർട്ടൻറ്റ് തിങ് ആണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡ്രസ്സിങ് ആണ്. ഡ്രസ്സിങ് എന്ന് പറഞ്ഞാൽ കാഷ്വൽ ആയിട്ടുള്ള, ലൈക്ക് എന്താ പറയുക, സിമ്പിളായിട്ടുള്ള, നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള, അത്ര ഹെവി വർക്കൊന്നും വരാത്ത സിമ്പിൾ ടീഷർട്ട്, ഒരു പ്രിൻ്റ് ഒന്നും ഇല്ലാത്ത സിമ്പിൾ ടീഷർട്ട്, പ്രിൻ്റ് ഒന്നും ഇല്ലാത്ത ട്രാക്ക് പാൻറ്റ്, ട്രാക്ക് സ്യൂട്ട് ആയിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ട്. പിന്നെ സ്ലിപ്പേഴ്സ് ഇടുക. ഓർണമെൻറ്റ്സ് ഒക്കെ ഒഴിവാക്കുക, എല്ലാ ഓർണമെൻറ്റ്സും ഒഴിവാക്കുക. അതേപോലെ ഇലക്ട്രോണിക്സ്, വാച്ചസ് ഒന്നും പറ്റത്തില്ല, എല്ലാം ഒഴിവാക്കുക. പിന്നെ ഫുഡ് ഐറ്റംസ് ഒന്നും പറ്റത്തില്ല. ഒരു ട്രാൻസ്പെറൻറ്റ് ബോട്ടിൽ, കുപ്പിൽ വെള്ളം വേണം കൊണ്ടുപോകാം. പക്ഷേ നമുക്ക് എക്സാം സെൻറ്ററിൽ നിന്ന് വെള്ളം പ്രൊവൈഡ് ചെയ്യും, വേണമെങ്കിൽ വെള്ളം പ്രൊവൈഡ് ചെയ്യും. വേറെ ഒന്നുമല്ല, നമ്മുടെ കയ്യിൽ ആകെ മാത്രം കണ്ട് ഫോട്ടോ, അഡ്മിറ്റ് കാർഡും എന്താ പറയുക വാലിഡ് ID പ്രൂഫ്, ഈ 3 കാര്യങ്ങൾ മാത്രമേ നമ്മുടെ കയ്യിൽ കാണാൻ പാടുള്ളൂ. അല്ലെങ്കിൽ പിന്നെ പണി കിട്ടും. പിന്നെ നേരത്തെ കാലത്തും ചെല്ലാൻ നോക്കുക. എക്സാം നടക്കുന്ന 2 മണിക്കാണെങ്കിൽ 1:30 പോയി ചെന്നിട്ട് കാര്യമില്ല. ഒരു 11 മണി അല്ലെങ്കിൽ 10:30 ആ എക്സാം സെൻറ്ററിൽ എത്തുക. കാരണം ചെക്കിങ്ങിൻ്റെ സമയത്ത് ക്യൂ നിൽക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ലേറ്റായിട്ട് വന്ന് നമ്മൾ ബാക്കിൽ പോയി ക്യൂ നിൽക്കേണ്ടി വരും. പിന്നെ നമുക്ക് എക്സാം ഹാളിൽ പോയിട്ട് ഇരുന്ന് റിലാക്സ് ചെയ്യാനുള്ള ഒരു ടൈം പോലും കിട്ടത്തില്ല, ഫുൾ റഷ് ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ നേരത്തെ കാലത്തും ചെല്ലുക. പിന്നെ ദ സെക്കൻഡ് തിങ് ഈസ്, സെക്കൻഡ് അല്ലല്ലോ, 3 കാര്യങ്ങൾ പറഞ്ഞില്ലേ. ഇനി ഫോർത്ത് തിങ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ എക്സാം സെൻറ്റർ കയറി കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യങ്ങളും കൊണ്ടുപോകാൻ പറ്റില്ല. അതായത് ബുക്കോ പെയിൻ, നമ്മൾ പഠിച്ച കുറച്ച് നോട്ട്സോ ഒന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, വെളിയിൽ നിന്ന് നമ്മൾ എഴുതി വെച്ചിട്ടുള്ള ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഇക്വേഷൻസ്, ഫോർമുലാസ്, എല്ലാ കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തിട്ട് വേണം ഉള്ളിലേക്ക് കയറാൻ. കാരണം നമുക്ക് എക്സാം എഴുതുന്നത് 2 മണിക്കാണ്. നമ്മളൊരു 12 മണി ഒക്കെ ആകുമ്പോഴത്തേക്ക് എക്സാം സെൻറ്ററിൽ കയറിയെന്ന് വെച്ചോ. അപ്പോൾ 12, 1, 2, 3 മണിക്കൂർ നമ്മൾ ഒന്ന് റിവൈസ് ചെയ്യാതിരിക്കുകയാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ്, കയറുന്നതിന് മുമ്പ് നേരത്തെ റിവൈസ് ചെയ്തിട്ട് നേരത്തെ കയറുക. പെട്ടെന്ന് ബയോമെട്രിക് ഒക്കെ കഴിഞ്ഞ് ക്ലാസ്സിൽ പോയിരിക്കുക, റിലാക്സ് ചെയ്തിരുന്നിട്ട് പതുക്കെ റീകോൾ ചെയ്യാൻ നോക്കുക ഓരോ കാര്യങ്ങളും. ഓക്കെ, പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, എനിക്ക് പറ്റിയ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ, എല്ലാം സെറ്റായിരുന്നു, ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ക്ലിയർ ആയിട്ട് ചെയ്തു. പക്ഷേ എൻ്റെന്ന് പറഞ്ഞാൽ ഫസ്റ്റ്, അതായത് കഴിഞ്ഞ വർഷത്തെ നീറ്റാണ് ഞാൻ എഴുതിയത്. ആ ഒരു ടൈമിൽ ഗവൺമെൻറ് സ്കൂളിലും അതേപോലെ പ്രൈവറ്റ് സ്കൂളുകളിലും എന്ത് വെച്ചവർ എക്സാം സെൻറ്റേഴ്സ് വെച്ചു. ഐ തിങ്ക് എനിക്ക് ഗവൺമെൻറ് സ്കൂളാണ് തോന്നുന്നു കിട്ടിയത്, എനിക്ക് ഓർമ്മയില്ല ഗൈസ് കറക്റ്റായിട്ട്. സോ ഇവർക്ക് എന്താണ്, ഫസ്റ്റ് ടൈമാണ് എൻ്റെ എന്ന് പറഞ്ഞാൽ നീറ്റ് അവിടെ കണ്ടക്ട് ചെയ്യുന്ന ഫസ്റ്റ് ടൈമാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ടീച്ചേഴ്സിന് കറക്റ്റായിട്ടുള്ള ഈ ടൈം ഷെഡ്യൂളൊന്നും കറക്റ്റായിട്ട് അറിഞ്ഞുകൂടായിരുന്നു ഈ നീറ്റ് എക്സാമിൻ്റെ കാര്യങ്ങൾ. സോ ഗൈസ്, നമുക്ക് എക്സാം നടക്കുന്നത് 3 മണിക്കൂറാണ്. അതായത് 100 ക്വസ്റ്റ്യന് 100 മിനിറ്റ്, ഒരു ക്വസ്റ്റ്യന് 1 മിനിറ്റ് വെച്ചിട്ട് അങ്ങനെ 100 ക്വസ്റ്റ്യന് 100 മിനിറ്റ്, ആ ഒരു കാൽക്കുലേഷനാണ് എക്സാം നടക്കുന്നത്. 2 മണിക്ക് തുടങ്ങി 5 മണിക്ക് എക്സാം തീരും. ആ ഒരു കാൽക്കുലേഷനാണ് അവർ കൊടുത്തേക്കുന്നത്. സോ ഗൈസ്,
നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് ഈ ഫില്ല് ചെയ്യേണ്ട ഫോംസ്, റോൾ നമ്പറൊക്കെ എഴുതേണ്ട പേപ്പർ തരേണ്ട സമയം എന്ന് പറഞ്ഞാൽ 1:50 ഐ തിങ്ക്. ഞാൻ ഇത് ആ ഒരു സംഭവം, ആ ഒരു നീറ്റിൻ്റെ എക്സാം ഹാളിലെ ഇൻസ്ട്രക്ഷൻസ് ഞാൻ ഇവിടെ ആയിട്ട് കൊടുത്തേക്കാം, നിങ്ങളത് നോക്കുക. അതിൽ കാണിക്കുന്നുണ്ട് എന്താണ്, 1 ഞാൻ പറയാം. 1:50 നമുക്ക് ആ ഒരു ബുക്ക്ലെറ്റ് നമുക്ക് തരേണ്ടത്. അതിൽ എഴുതേണ്ട കാര്യങ്ങളൊക്കെ 1:50 എഴുതണം. 1:45 അതിനുശേഷം ഇൻവിജിലേറ്റർ വന്നിട്ട് ഒപ്പൊക്കെ ഇടുക, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്നത് 1:50. കറക്റ്റ് 2 മണിയാകുമ്പോൾ നമ്മൾ എക്സാം എഴുതാൻ തുടങ്ങണം. പക്ഷേ ഗൈസ്, എനിക്ക് പേപ്പർ കിട്ടിയത് 2 മണിക്കാണ്. അതായത് പേപ്പർ കിട്ടിയത് 2 മണിക്കല്ലേ, അവർ പേപ്പർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ തുടങ്ങിയത് 2 മണിക്ക്. എൻ്റെ കയ്യിൽ കിട്ടിയത് 2:15. അപ്പോഴേ എൻ്റെ 15 മിനിറ്റ് പോയി. 15 ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള എൻ്റെ സമയമാണ് പോയത്. സോ ഗൈസ്, നിങ്ങളിങ്ങനെ ഇവർ 1:50 കഴിഞ്ഞിട്ട് ഒരു പേപ്പർ തരുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ എഴുന്നേറ്റ് നിന്നിട്ട് പറയാം, ടീച്ചർ ഇതുപോലാണ് കാര്യങ്ങൾ, 1:50 പേപ്പർ തരണമെന്ന്. ഞാൻ എന്തുകൊണ്ട് പറഞ്ഞില്ല? ബിക്കോസ് ഐ ആം ആൻ ഇൻട്രോവേർട്ട്. എന്ത് ചെയ്യാനാണ് ഗൈസ്, സത്യമായിട്ട് ഞാനൊരു ഇൻട്രോവേർട്ട് ആയിരുന്നു. ഞാൻ നോക്കിയപ്പോൾ അവിടെയുള്ള ആരും എഴുന്നേറ്റ് പറഞ്ഞില്ല. എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു, പക്ഷെ നോക്കിയപ്പോൾ അവിടെയുള്ള ആരും എഴുന്നേക്കില്ല. പിന്നെ ഞാൻ വിളിച്ച് എന്തിനാ എഴുന്നേക്കാം. അങ്ങനെ എൻ്റെ 15 മിനിറ്റ് പോയി കഴിഞ്ഞു. എൻ്റെ ഇടയ്ക്ക് നമ്മൾ ഈ ഒപ്പൊക്കെ ഇടേണ്ടത് എക്സാമിന് മുമ്പാണ്. നമ്മൾ എക്സാം എഴുതുന്ന സമയത്ത് ഒരു സംഭവങ്ങളും നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ സമ്മതിക്കരുത്. അതായത് എക്സാം എഴുതുന്നതിന് തൊട്ട് മുമ്പ്, ഈ 2 മണിക്ക് മുമ്പാണ് ഈ ഒപ്പിട്ട് കാര്യങ്ങളും എല്ലാം കഴിയേണ്ടത്. പക്ഷേ ഇവരെന്ത് ചെയ്തു, എക്സാമിൻ്റെ ഇടയ്ക്ക് കൊണ്ട് നമ്മളിരുന്ന് എഴുതുകയാണ്, മീൻസ് കാൽക്കുലേഷൻസ് ഒക്കെ ഓർത്തെടുക്കുകയാണ്. പക്ഷേ ആ ഇടയ്ക്ക് സമയത്ത് കൊണ്ട് ഒപ്പിട്, ഫോട്ടോ ഒട്ടിക്ക് എന്നൊക്കെ പറഞ്ഞു കൊണ്ടുവരും. അപ്പോഴേ പകുതി പോയി. എൻ്റെ പകുതി കിളിപ്പായിപ്പോയി. പിന്നെ ഒരു കാര്യം, ഫസ്റ്റ് ഫിസിക്സ് ആണല്ലോ. എൻ്റെ സമയത്ത് ഫിസിക്സ് ഓർത്തുന്നപ്പോൾ വായിക്കാൻ തന്നെ മടിയായിരുന്നു. ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ എനിക്ക് വായിക്കാൻ തന്നെ മടിയായിരുന്നു. ഫുൾ കിളിപ്പോയി. അങ്ങനെയാണ് പോയത്. സോ ഗൈസ്, 2 മണിക്ക് തന്നെ എക്സാം എഴുതാൻ തുടങ്ങണം. കറക്റ്റ് ആ ഒരു ടൈം കാൽക്കുലേഷൻ വെച്ച് എഴുതിയാലേ നമുക്ക് എന്തായാലും ഒരു 5 മണിക്കുള്ളിൽ എക്സാം എഴുതി കഴിയാൻ പറ്റുള്ളൂ. സോ 1:50 കഴിഞ്ഞ് പേപ്പർ തന്നില്ലെങ്കിൽ മസ്റ്റ് ഇൻഫോം ദ അബൌട്ട് ദീസ് റൂൾസ്. സോ ഞാൻ ഈ റൂൾസ് ഇവിടെ ഈ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്, അത് നിങ്ങൾ നോക്കിയിട്ട് പോകും. അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് എന്താണ്, നീറ്റിൻ്റെ സൈറ്റിൽ കയറിയിട്ട് ഈ ഇൻസ്ട്രക്ഷൻസ് എടുത്ത് വെക്കാൻ പറ്റും. ഓക്കെ, അത് നോക്കിയിട്ട് എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് പോവാം. സോ ഗൈസ്, ഡോണ്ട് ബി പാനിക്. എവ്രി വൺ വിൽ ഗെറ്റ് ഇഫ് യു ട്രൈ ഓർ ഇഫ് യു വർക്ക് ഹാർഡ് വർക്ക് ചെയ്യാത്തവർക്ക് ഒന്നും കിട്ടാത്തതായിട്ടില്ല ഗൈസ്. സോ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. ഒരു കാര്യത്തിലുള്ള സ്ട്രെസ്സും ടെൻഷനും ഒന്നും അടിക്കാതിരിക്കുക. കൂളായിട്ടിരുന്ന് നിങ്ങൾ പഠിച്ചതുപോലെ തന്നെ കൂളായിട്ടിരുന്ന് എഴുതുക. നിങ്ങൾ എന്തായാലും ഓൾറെഡി കുറേ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാകും. സോ ആ ഒരു ബേസിൽ നിങ്ങൾ എന്താണ്, ഇതൊരു പ്രാക്ടീസ് എക്സാം അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യുന്ന പോലെയാണെന്ന് വിചാരിച്ചെങ്കിൽ എഴുതുക. ജസ്റ്റ് സിമ്പിളായിരിക്കും. എന്തായാലും ഈ വർഷത്തെ എക്സാം സിമ്പിളാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ഇൻഷാല്ലാ. സോ ഗൈസ്, യു വിൽ ഗെറ്റ് ആൻഡ് യു വിൽ ബിക്കം എ ഡോക്ടർ. സോ ഗൈസ്, ബൈ. ഇനി ഇതിപ്പോൾ കിട്ടിയില്ലെങ്കിൽ എന്താ, ഒന്നും നടക്കാൻ പോകുന്നില്ലടേ. ലൈഫ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയല്ലേ. ജസ്റ്റ് എൻജോയ് ആൻഡ് ചിൽ ഗൈസ്. സോ ബൈ, അസ്സലാമു അലൈക്കും.